നമസ്കാരം ട്രാൻസ്ഫോമേഴ്സ് സെക്ഷൻ 4ലേക്ക് സ്വാഗതം. ട്രാൻസ്ഫോമറിൻ്റെ ലോസസും അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാം. ലോസസ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണുള്ളത്, കോർ ലോസും കോപ്പർ ലോസും. ഫസ്റ്റ് വൺ കോർ ലോസ് നമുക്കറിയാം. ട്രാൻസ്ഫോമറിൻ്റെ കോർ ലോസ് എന്ന് പറയുന്നത് ഏതൊരു ലോഡിലും പ്രാക്ടിക്കലി കോൺസ്റ്റൻ്റ് ആണ്. കാര്യം കോർ ലോസ് ലോഡ് ഡിപ്പെൻഡഡ് അല്ല. കോർ ലോസ് എങ്ങനെയാണ് മിനിമൈസ് ചെയ്യുന്നത് വെച്ചാൽ ഹൈ സിലിക്കൺ ലാമിനേറ്റഡ് കോറാണ് യൂസ് ചെയ്യുന്നത്. കോർ ലോസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റീരിയസ് ലോസും എഡി കറണ്ട് ലോസും ചേർന്നാണല്ലോ. അതിൽ ഹിസ്റ്റീരിയസ് ലോസ് കുറയ്ക്കാനായിട്ട് സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യണമെന്നും എഡി കറണ്ട് ലോസ് കുറയ്ക്കാനായിട്ട് ലാമിനേറ്റഡ് കോർ യൂസ് ചെയ്യണമെന്നും നമുക്കറിയാം. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ നിന്നാണ് നമുക്ക് കോർ ലോസ് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കുന്നത്. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് നമുക്കിനി ടെസ്റ്റിൽ പഠിക്കാം. അപ്പോൾ ഇതേപോലെ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ വാട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത് കോർ ലോസ് ആണ്. ഇൻപുട്ടിലാണ് വാട്ട് മീറ്ററൊക്കെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കോറിൻ്റെ വെയ്റ്റും യോക്കും ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് കോർ ലോസ് മെഷർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ കോർ ലോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കോർ ലോസ് ഈക്വൽ ടു ഹിസ്റ്റീരിയസ് ലോസ് പ്ലസ് എഡി കറണ്ട് ലോസ് ആണല്ലോ. ഇതിൽ ഹിസ്റ്റീരിയസ് ലോസ് എന്ന് പറയുന്നത് Siemens കോൺസ്റ്റൻറ്റ് ബി 1.6, ആ ഇൻഡെക്സ് ആണ് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു വി, അത്രയും വാട്ട്സ്. ഇവിടെ ബി എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി, എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, വി എന്ന് പറയുന്നത് വോളിയം ഓഫ് മെറ്റീരിയലാണ്. എഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത് ബി സ്ക്വയർ എഫ് സ്ക്വയർ ടി സ്ക്വയർ വാട്ട്സ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ബി എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി, എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, ടി എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ലാമിനേഷൻ. അപ്പോൾ എഡി കറണ്ട് ലോസ് അവരുടെ ലാമിനേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ലാമിനേഷൻ്റെ തിക്നെസ് ആണ്. അപ്പോൾ ഇതിൽ വേരിയബിൾ ഫാക്ടർ എടുക്കുമ്പോൾ ഹിസ്റ്റീരിയസ് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വി റൈസ് ടു 1.6 എഫ് എന്നും എഡി കറണ്ട് ലോസ് ബി സ്ക്വയർ എഫ് സ്ക്വയർ എന്നും കിട്ടുന്നു. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി ബി എന്ന് പറയുന്ന ഫാക്ടർ നമുക്ക് നോക്കാം. നമുക്കറിയാം ഇ എം എഫ് ഇക്വേഷനിൽ നിന്ന് നമുക്കറിയാം ഇ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എഫ് ആണെന്നറിയാം. ഇ സി വോൾട്ടേജ് എന്ന് എഴുതാം. അപ്പോൾ ബി ഈക്വൽ ടു വി ബൈ എഫ് ഫാക്ടർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വി ബൈ എഫ് ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ സി മെഷീൻസിലെല്ലാം ഓൾട്ടർനേറ്റർ ആയിക്കോട്ടെ, ട്രാൻസ്ഫോമർ ആയിക്കോട്ടെ, ഇൻഡക്ഷൻ മോട്ടർ ആയിക്കോട്ടെ, വി ബൈ എഫ് ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഫ്ലക്സ് ഡെൻസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ട്രാൻസ്ഫോമറിൻ്റെ കോർ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആണെന്നാണല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തേണ്ടതുണ്ട്. കോൺസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ നിലനിർത്തുകയെന്ന് വെച്ചാൽ വോൾട്ടേജും ഫ്രീക്വൻസിയും ഒരേപോലെ വേരി ചെയ്താൽ ഫ്ലക്സ് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്താം. ചില കണ്ടീഷനിൽ ഫ്ലക്സ് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ്, നമുക്ക് ആദ്യം ഫ്ലക്സ് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അപ്പോൾ ഇത് കേസ് 1 ആയിട്ട് എടുക്കാം. കേസ് 1ലാണെങ്കിൽ ഹിസ്റ്റീരിയസ് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി എന്നും എഡി കറണ്ട് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എഫ് സ്ക്വയർ എന്നും കിട്ടും. കാര്യം ബി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്ന കണ്ടീഷനാണ് ബി കോൺസ്റ്റൻ്റ് കണ്ടീഷൻ. ഇനി ബി കോൺസ്റ്റൻ്റ് അല്ലാത്ത കണ്ടീഷൻ എടുക്കാം. കേസ് 2, ബി ഈസ് നോട്ട് കോൺസ്റ്റൻ്റ്. ബി ഈസ് നോട്ട് കോൺസ്റ്റൻ്റ് എന്ന് പറയണത് വി ബൈ എഫ് ചില കണ്ടീഷനിൽ വോൾട്ടേജിനെ കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തിയിട്ട് ഫ്രീക്വൻസി മാത്രം വേരി ചെയ്യുന്നു. അപ്പോൾ ഫ്രീക്വൻസി മാത്രം വേരി ചെയ്യുമ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഫ്ലക്സ് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് അല്ല എന്ന് പറയുന്നത്. ആ കണ്ടീഷനിൽ നമുക്ക് ഇവിടെ ഹിസ്റ്റീരിയസ് ലോസും എഡി കറണ്ട് ലോസും എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വി ബൈ എഫ് ഫാക്ടർ ആണല്ലോ. അപ്പോൾ ഹിസ്റ്റീരിയസ് ലോസ് എന്ന് പറയുന്നത് വി റൈസ് ടു 1.6 എഫ് റൈസ് ടു 1.6 ഇൻറ്റു എഫ്. അപ്പോൾ വി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു എഫ് റൈസ് ടു 0.6 എന്ന് കിട്ടും. എഫ് ബൈ
1.6. അപ്പോൾ ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഹിസ്റ്റീരിയസ് ലോസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഫ് റൈസ് ടു 0.6 എന്ന് കിട്ടും. അതേസമയം എഡി കറണ്ട് ലോസ് ആണെങ്കിൽ ബി സ്ക്വയർ എഫ് സ്ക്വയർ ആണല്ലോ. എഡി കറണ്ട് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ബി ഈസ് നോട്ട് കോൺസ്റ്റൻ്റ് ആയുള്ള കണ്ടീഷനിൽ ഇത് രണ്ടും എടുത്ത് എഴുതുക. ഹിസ്റ്റീരിയസ് ലോസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു എഫ് റൈസ് ടു 0. അപ്പോൾ ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. എഡി കറണ്ട് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വി സ്ക്വയർ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇത് വെച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യണമെന്നിരിക്കട്ടെ. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹിസ്റ്റീരിയസ് ലോസിന് എഡി കറണ്ട് ലോസിന് എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ടീഷനിൽ, അതായത് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന കണ്ടീഷനിൽ ഫ്ലക്സ് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് അല്ലാത്ത കണ്ടീഷനാണ് ഈ പറയുന്നത്. അപ്പോൾ ഹിസ്റ്റീരിയസ് ലോസ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഹിസ്റ്റീരിയസ് ലോസ് കുറയും. എഡി കറണ്ട് ലോസിന് യാതൊരു മാറ്റമില്ല. കാര്യം എഡി കറണ്ട് ലോസും ഫ്രീക്വൻസി ആയിട്ട് ഡിപ്പെൻഡഡ് അല്ല. ഫ്ലക്സ് കോൺസ്റ്റൻ്റ് അല്ലാത്തിടത്തോളം ഇത് വോൾട്ടേജ് ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എഡി കറണ്ട് ലോസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ ഹിസ്റ്റീരിയസ് ലോസ് എഡി കറണ്ട് ലോസിന് എന്ത് സംഭവിക്കാം, പിന്നെ അയൺ ലോസിന് എന്ത് സംഭവിക്കാം എന്നൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അയൺ ലോസ് എഡി കറണ്ട് ലോസ് കോൺസ്റ്റൻ്റ് ആണ്, ഹിസ്റ്റീരിയസ് ലോസ് കുറയണം. അപ്പോൾ അയൺ ലോസ് കുറയും. അപ്പോൾ നമുക്ക് സംശയം വരുന്ന പോയിന്റ് ഇവിടെയാണ്. നമ്മൾ നേരെ ആദ്യത്തെ ഇതാണ് നമുക്ക് പലർക്കും മനസ്സിലുള്ളത്. ഹിസ്റ്റീരിയസ് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസിയും എഡി കറണ്ട് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി സ്ക്വയറും ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഫ്രീക്വൻസി കൂടുമ്പോൾ ഹിസ്റ്റീരിയസ് ലോസും കൂടും, എഡി കറണ്ട് ലോസും കൂടും, സ്വാഭാവികമായിട്ടും അയൺ ലോസും കൂടും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അവിടെ നമ്മൾ നോക്കേണ്ട പോയിന്റ് അവിടെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണോ ഫ്ലക്സ് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണോ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ രണ്ട് റിലേഷനിൽ യൂസ് ചെയ്യാം. വോൾട്ടേജ് കോൺസ്റ്റൻ്റ് എന്ന് എടുത്ത് പറയുകയാണെങ്കിൽ കീപ്പിംഗ് വോൾട്ടേജ് അൺആൾട്ടേർഡ് എന്നോ കോൺസ്റ്റൻ്റ് എന്നോ തന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോൾ അയൺ ലോസ് കുറയും. അല്ലാതെ രണ്ടും ഒരേപോലെ വേരി ചെയ്യുന്നു, ഫ്രീക്വൻസിയും വോൾട്ടേജും വേരി ചെയ്യുന്നു, നമ്മൾ സാധാരണ കണ്ടീഷനിലെ പോലെ ചെയ്യുകയാണെങ്കിൽ അയൺ ലോസ് കൂടുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലേക്ക് മാറുന്നു ഇക്വേഷൻ. അപ്പോൾ കേസ് 1 കേസ് 2 നന്നായി മനസ്സിൽ വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി സെപ്പറേഷൻ ഓഫ് കോർ ലോസ്. അപ്പോൾ കോർ ലോസിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണ് നമുക്കറിയാമല്ലോ. ഹിസ്റ്റീരിയസ് ലോസും ആണ്, എഡി കറണ്ട് ലോസും ആണ്. എഡി കറണ്ട് ലോസ് പ്ലസ് ഹിസ്റ്റീരിയസ് ലോസ്. നമുക്കറിയാം എഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത് പി സ്ക്വയർ എഫ് സ്ക്വയർ എന്നും, ഹിസ്റ്റീരിയസ് ലോസ് എന്ന് പറയുന്നത് പി റൈസ് ടു 1.6 എഫ് ആണെന്ന് നമുക്കറിയാമല്ലോ. ഇത് ബി എല്ലാം ബി ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഹിസ്റ്റീരിയസ് ലോസ് പ്ലസ് എഡി കറണ്ട് ലോസ്. അപ്പോൾ ഇത് ഹിസ്റ്റീരിയസ് ലോസിനെ ബി റൈസ് ടു ബി എഫ് എന്നിടാം, എഡി കറണ്ട് ലോസിനെ ബി സ്ക്വയർ എഫ് സ്ക്വയർ എന്നിടാം. ബി റൈസ് ടു 1.6 ഫാക്ടർ ഉണ്ട്, ഇത് ബി സ്ക്വയർ ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബി റൈസ് ടു 1.6 പ്ലസ് ബി സ്ക്വയർ എഫ് എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ ഫാക്ടറിനെ നമ്മളൊരു പുതിയൊരു രീതിയിലേക്ക് മാറ്റുന്നു, എ പ്ലസ് ബി എഫ്. ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റിയാൽ നമുക്ക് ഇത് കോർ ലോസും അയൺ ലോസും കോർ ലോസിൽ നിന്നും ഹിസ്റ്റീരിയസ് ലോസും അയൺ ലോസും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ഇനി കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഇഫ് ദ ട്രാൻസ്ഫോർമേഴ്സ് സോഴ്സ് വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി ആർ ഡബിൾഡ്, ദ എഡി കറണ്ട് ലോസ് ഇൻ ദ കോർ വിൽ ബിക്കം.
രണ്ടും ഒരേപോലെ വേരി ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കേസ് 1 ആണ് ഇവിടെ എടുക്കേണ്ടത്. എഡി കറണ്ട് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി സ്ക്വയർ ആണെന്നറിയാമല്ലോ. V/F ഫാക്ടർ രണ്ടും ഒരേപോലെ ഡബിൾ ആവുകയല്ലേ. അപ്പോൾ ബി കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ, മനസ്സിൽ വച്ചേക്കണം. ഇവിടെ ബി കോൺസ്റ്റൻ്റ് ആണ്. ബി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എഫ് സ്ക്വയർ ആണ്. അപ്പോൾ എഡി കറണ്ട് ലോസ് 4 ടൈംസ് ആകും. 2 സ്ക്വയർ ഡബിൾ ആകുമ്പോൾ, ഫ്രീക്വൻസി ഡബിൾ ആകുമ്പോൾ 2 സ്ക്വയർ, അപ്പോൾ 4 ടൈംസ് ആവുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the frequency of excitation voltage of a transformer reduces to half, its eddy current loss. ഫ്രീക്വൻസി ഓഫ് എക്സൈറ്റേഷൻ വോൾട്ടേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് എന്നൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ടും ഹാഫ് ആവുകയാണ്. നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഹാഫ് സ്ക്വയർ. അപ്പോൾ എഡി കറണ്ട് ലോസ് റെഡ്യൂസ് ടു 1/4 ടൈംസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. A single phase transformer when supplied from 220 volt 50 Hz has eddy current loss of 50 watt. If the transformer is connected to voltage of 330 volt 75 Hz, the eddy current loss will be. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കൂ. അപ്പോൾ ഇവിടെ വോൾട്ടേജും ഫ്രീക്വൻസിയും ഈ V/F ഫാക്ടർ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നോ, ബി കോൺസ്റ്റൻ്റ് ആണോ എന്ന് നമ്മളിവിടെ ചെക്ക് ചെയ്യണം. അതായത് വോൾട്ടേജ് ഫാക്ടർ ആദ്യം നോക്കാം. 220/330 വോൾട്ടേജ് ഫാക്ടർ കറക്റ്റായിട്ട് വരുന്നുണ്ടോ? 2/3. അടുത്ത ഫ്രീക്വൻസി ഫാക്ടർ 50/75, അതും 2/3 ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ രണ്ടും ഒരേപോലെ വേരി ചെയ്യുന്നുണ്ട്, വോൾട്ടേജും ഫ്രീക്വൻസി ഒരേപോലെ, അതുകൊണ്ട് ബി കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഡി കറണ്ട് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി സ്ക്വയർ ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഫ്രീക്വൻസി എത്ര ടൈംസ് ആണ് മാറിയത് എന്നതാണ് ചോദ്യം. 50 ഹെർട്സിൽ നിന്നും 75 ഹെർട്സ് ആവുകയാണ് ചെയ്തത്. അതായത് 50 ഹെർട്സിൽ നിന്ന് 75 ടൈംസ് ആകുമ്പോൾ എത്ര ടൈംസ് എന്ന് വെച്ചാൽ 1.5 ടൈംസ്. ഒന്നുകിൽ 1.5 ടൈംസ് വെച്ച് ചെയ്യാം. അത് പിന്നെ സ്ക്വയറൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഫ്രാക്ഷൻ ആയിട്ട് എടുക്കാം. 3/2 ടൈംസ് എന്ന് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ഇവിടെ നല്ലത്. അപ്പോൾ 3/2 ടൈംസ് ആണ്. അപ്പോൾ 9/4 ടൈംസ് ആയിട്ട് മാറുന്നു. 9/4 ടൈംസ്. അപ്പോൾ തന്നിട്ടുണ്ട് എഡി കറണ്ട് ലോസ് ആദ്യത്തേൽ 50 ഹെർട്സ് ആയിരുന്നു, 50 വാട്ട്സ് ആയിരുന്നു. അപ്പോൾ പുതിയ എഡി കറണ്ട് ലോസ് അറ്റ് 75 ഹെർട്സ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ 3/2 ടൈംസ് മാറിയപ്പോൾ 9/4 ടൈംസ് മാറി, സ്ക്വയർ വന്നു. അപ്പോൾ ഇത് 112.5 വാട്ട് എന്ന് ആൻസർ കിട്ടും. ഇതൊക്കെ ഒന്ന് നോക്കി പഠിക്കുക. If the transformer frequency is changed from 50 Hz to 60 Hz, the ratio of eddy current loss at 50 Hz to 60 Hz at constant voltage ഹെർട്സ് അങ്ങോട്ട് ഫ്രീക്വൻസി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറട്ടെ, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത്. V/F ഫാക്ടർ V കോൺസ്റ്റൻ്റ് ആണെങ്കിൽ B ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. അപ്പോൾ B കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ എഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു V സ്ക്വയർ ആണ്. അപ്പോൾ ഫ്രീക്വൻസി വേരി ചെയ്താൽ എഡി കറണ്ട് ലോസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇല്ല. എഡി കറണ്ട് ലോസ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഫ്രീക്വൻസി ഡിപ്പെൻഡഡ് അല്ല. ആ സമയത്ത് നമ്മൾ റിലേഷൻ നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ കേസ് 1 പഠിച്ചത്. ഫ്രീക്വൻസി വേരി ചെയ്താൽ എഡി കറണ്ടിന് വ്യത്യാസമില്ല, ഹിസ്റ്റീരിയസ് ലോസിന് മാത്രമേ വ്യത്യാസപ്പെടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ റേഷ്യോ 1:1 എന്നായിരിക്കും. റേഷ്യോ അവിടെ അനുസരിച്ച് മാറ്റി തന്നിട്ടുണ്ടാവാം. അപ്പോൾ നമ്മളിവിടെ റേഷ്യോ പഠിക്കുമ്പോൾ 1:1 തന്നെയാണ്. അതായത് എഡി കറണ്ട് ലോസിന് മാറ്റം ഉണ്ടാവുന്നില്ല. ഇൻ എ ട്രാൻസ്ഫോമർ, ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഇൻക്രീസ് കീപ്പിംഗ് ദ മാഗ്നറ്റിക് വോൾട്ടേജ് അൺചേഞ്ച്ഡ്, ദെൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. ആൻസർ കീയിൽ തന്നിരുന്നത് ഹിസ്റ്റീരിയസ് ലോസിന് എഡി കറണ്ട് ലോസിന് എന്ത് സംഭവിക്കും എന്നതായിരുന്നു ആൻസർ കീയിൽ. പല വ്യത്യാസം, ഹിസ്റ്റീരിയസ് ലോസ്
ഇൻക്രീസ് ചെയ്യുന്നു, എഡി കറണ്ട് ലോസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളൊരു ഓപ്ഷൻ കിടക്കാം. ഹിസ്റ്റീരിയസ് ലോസ്, എഡി കറണ്ട് ലോസ്, ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിരിക്കാം. ഹിസ്റ്റീരിയസ് ലോസ് ഡിക്രീസ് ചെയ്യുന്നു, എഡി കറണ്ട് ലോസ് കോൺസ്റ്റൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നിരിക്കാം. ഹിസ്റ്റീരിയസ് ലോസ് കൂടുന്നു, എഡി കറണ്ട് ലോസ് കോൺസ്റ്റൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് നോക്കണം, V/F ഫാക്ടർ നോക്കുക. ഇവിടെ വോൾട്ടേജ് അൺചേഞ്ച്ഡ് എന്നാണ് തന്നിരിക്കുന്നത്. വോൾട്ടേജ് അൺചേഞ്ച്ഡ് ആണെങ്കിൽ നമുക്കറിയാം ഹിസ്റ്റീരിയസ് ലോസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു F⁻⁶ഉം എഡി കറണ്ട് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു V² ആണെന്ന് നമുക്കറിയാം. ഇനി കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുകയാണ്. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഹിസ്റ്റീരിയസ് ലോസ് കുറയും. ദെൻ വാട്ട് അബൌട്ട് എഡി കറണ്ട് ലോസ്? എഡി കറണ്ട് ലോസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, സെയിം. ഫ്രീക്വൻസി ആയിട്ട് ഡിപ്പെൻഡ് അല്ല, വോൾട്ടേജ് ആണ് ഇവിടെ ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഈ രീതി കിട്ടുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ആൻസർ കീയിലേക്ക് നോക്കുക, ഓപ്ഷൻസ് നോക്കുക. അപ്പോൾ ഈ ഓപ്ഷൻസ് ആണ്. ഹിസ്റ്റീരിയസ് ലോസ് കുറയും, എഡി കറണ്ട് ലോസിന് കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും, വ്യത്യാസമില്ല എന്ന ആൻസറാണ് നമ്മൾ എടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ 220 വോൾട്ട് ബാർ 440 വോൾട്ട് 50 ഹെർട്സ് 5 kVA സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഓപ്പറേറ്റ്സ് ഓൺ 220 വോൾട്ട് 40 ഹെർട്സ് സപ്ലൈ വിത്ത് സെക്കൻഡറി വൈൻഡിങ് ഓപ്പൺ സർക്യൂട്ടഡ് ദെൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ V1 രണ്ടിടത്തും സെയിം എന്നാണ്. ആദ്യത്തെ കണ്ടീഷനിൽ 50 ഹെർട്സ് V1 20 വോൾട്ട്, നെക്സ്റ്റ് വൺ 40 ഹെർട്സിൽ V1 20 വോൾട്ട് തന്നെയാണ്. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അപ്പോൾ ഇവിടെ നേരത്തെ പോലെയാണ് ഹിസ്റ്റീരിയസ് ലോസിന് എന്ത് സംഭവിക്കുന്നു എന്നതായിരുന്നു ചോദ്യം. ഹിസ്റ്റീരിയസ് ലോസിനും എഡി കറണ്ട് ലോസിനും എന്ത് സംഭവിക്കുന്നു? ഓപ്ഷൻസ് ഇവിടെ ഇടുന്നില്ല. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ വേറൊരു രീതി തന്നിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ 50 ഹെർട്സിന്, അപ്പോൾ ഫ്രീക്വൻസി ഇവിടെ കുറയാണ് ചെയ്തത്. 50 ഹെർട്സിൽ നിന്നും 40 ഹെർട്സിലോട്ട് ഫ്രീക്വൻസി കുറയാണ് ചെയ്തത്. അപ്പോൾ V/F ഫാക്ടറിൽ V കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ B ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. B കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ എഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത് V²ഉം ഹിസ്റ്റീരിയസ് ലോസ് എന്ന് പറയുന്നത് 1/0.6 ഫാക്ടറും ആയിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി ഇവിടെ കുറയുകയാണ് ചെയ്തത്. ഫ്രീക്വൻസി കുറയുകയാണെങ്കിൽ ഹിസ്റ്റീരിയസ് ലോസ് കൂടുന്നു. ഹിസ്റ്റീരിയസ് ലോസ് കൂടുന്നു, എഡി കറണ്ട് ലോസ് കോൺസ്റ്റൻ്റ്. നോട്ടിൽ തന്നിരുന്നപ്പോൾ ഇത് രണ്ടും രണ്ടും ഡിക്രീസ് ചെയ്യുന്നതായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് മാറ്റി എഴുതുക. ആൻഡ് ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഹിസ്റ്റീരിയസ് ലോസ് കൂടുന്നു, എഡി കറണ്ട് ലോസ് കോൺസ്റ്റൻ്റ് ആണ്. ബി ഈസ് നോട്ട് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഇത് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, പേജ് 20 ആക്ച്വലി തന്നിരുന്നത് ആൻസർ തെറ്റായിട്ടായിരുന്നു. അപ്പോൾ നോട്ടിൽ അതൊന്ന് തിരുത്തി മനസ്സിലാക്കും. A transformer has hysteresis loss of 30 watt at 240 volt 60 hertz. The hysteresis loss at 200 volt 50 hertz will be. തനി ചെയ്യാൻ ശ്രമിക്കൂ. ഓപ്ഷൻസ് തരാം. 36 വാട്ട്സ്, 30 വാട്ട്, 25 വാട്ട്, 60 വാട്ട്. അപ്പോൾ ട്രാൻസ്ഫോമർ ഹിസ്റ്റീരിയസ് ലോസ് വോൾട്ടേജ്, അപ്പോൾ ഈ വോൾട്ടേജും ഇതും ഒരേ റേഞ്ച് ആണോ എന്ന് നോക്കണം. അതായത് ഒരേപോലെ വേരി ചെയ്യണോ എന്ന് നോക്കണം. എന്നാലേ നമുക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അസംഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. വോൾട്ടേജ് 6/5ഉം അടുത്തത് ഫ്രീക്വൻസി
6/5 ആണ്, കുഴപ്പമില്ല. അപ്പോൾ രണ്ടും ഒരേപോലെ വേരി ചെയ്യുന്നു. ബി കോൺസ്റ്റൻ്റ് ആണ്. ബി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഹിസ്റ്റീരിയസ് ലോസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റീരിയസ് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി. അപ്പോൾ 60 ഹെർട്സിൽ നിന്ന് 50 ഹെർട്സിലേക്ക് മാറുന്നു. അപ്പോൾ 5/6 ഫാക്ടറാണ് വരുന്നത്. ഫ്രീക്വൻസി കുറയുകയാണല്ലോ ചെയ്യുന്നത്. 60 to 50 എന്ന് പറയുമ്പോൾ 5/6 ഫാക്ടറിലേക്ക് മാറി. അപ്പോൾ ന്യൂ ഹിസ്റ്റീരിയസ് ലോസ് എന്ന് പറയുന്നത് 5/6 ടൈംസ് ഓഫ് പഴയതിൻ്റെ എത്രയായിരുന്നു? 30 വാട്ടായിരുന്നു. അപ്പോൾ 5/6 ഇൻറ്റു 30 വാട്ട്. അപ്പോൾ ആൻസർ 25 വാട്ട്. അപ്പോൾ 25 വാട്ടെന്ന് എഴുതുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര ടൈംസ് മാറി ആ ഒരു ഫാക്ടർ ഓർത്തിരിക്കുക. ഫ്രീക്വൻസി ഡിപ്പെൻഡഡ് ആണ്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ട്രാൻസ്ഫോമർ ഓപ്പറേറ്റിംഗ് അറ്റ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ഇഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഇൻക്രീസസ് ദ കോർ ലോസ്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ 5 പോലെ തന്നെയാണ്. അപ്പോൾ കോൺസ്റ്റന്റ് വോൾട്ടേജ് ഇൻപുട്ട് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നു. കോർ ലോസിന് എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കോർ ലോസ് ഈക്വൽ ടു ഹിസ്റ്റീരിയസ് ലോസ് പ്ലസ് എഡി കറണ്ട് ലോസ്. കോൺസ്റ്റന്റ് ആണെങ്കിൽ ഹിസ്റ്റീരിയസ് ലോസ് 1/f⁻⁴.6, എഡി കറണ്ട് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു v². ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹിസ്റ്റീരിയസ് ലോസ് കുറയുന്നു, എഡി കറണ്ട് ലോസിന് വ്യത്യാസമില്ല. അപ്പോൾ ഹിസ്റ്റീരിയസ് ലോസ് കുറയുന്നു, എഡി കറണ്ട് ലോസിന് വ്യത്യാസമില്ല. സോ കോർ ലോസും കുറയുന്നു. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് കോർ ലോസ് ഡിക്രീസസ്. In a transformer, maximum flux density is not constant. The eddy current loss varies as. Maximum flux density constant അല്ലെങ്കിൽ നമുക്കറിയാലോ, എഡി കറണ്ട് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു v² ആണ്. v/f റേഷ്യോ കീപ്പ് ചെയ്തിടത്തോളം കാലം ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു v². ആൻസറിൽ ഇങ്ങനെയാണ് തന്നിരുന്നത്, v² എന്ന് തന്നിരുന്നു. ഓപ്ഷൻസ് ഇങ്ങനെയൊക്കെ തന്നിരിക്കാം. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു f², v², f 1/f⁻⁴.6 എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിരിക്കാം. അപ്പോൾ ആൻസർ നമുക്കറിയാമല്ലോ. The applied voltage of a certain transformer is increased by 50% and the frequency is reduced to 50%, assuming that the magnetic circuit remains unsaturated. The maximum flux density B equal to V/f factor ഓർത്തിരുന്നാൽ മതി. V/f factor ആകുമ്പോൾ വോൾട്ടേജ് ഇൻക്രീസ്ഡ് ബൈ 50%. അപ്പോൾ ഇൻക്രീസ്ഡ് ബൈ 50% എന്ന് പറയുമ്പോൾ 1.5 ടൈംസ് ആണ് കേട്ടോ. ടൈംസ് നമ്മൾ ടൈംസിലേക്കാണ് മാറ്റേണ്ടത്. 50% ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1.5 ടൈംസ്. 50% റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 0.5 ടൈംസ്. ഇത് രണ്ടും കൂടെ ഓർത്തിരിക്കണം. അപ്പോൾ വോൾട്ടേജ് 1.5 ടൈംസ് ഇൻക്രീസ് ചെയ്തു. അടുത്ത ഫ്രീക്വൻസി 0.5 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ 0.5 ആയി മാറി. നമ്മൾ 1 എന്നാണ് 0.5 ആയി മാറിയിരുന്നു. അപ്പോൾ എത്ര ടൈംസ് എന്നുകൊണ്ട് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 1.5/0.5 3 ടൈംസ് എന്ന് ആൻസർ കിട്ടും. Next question. A transformer has iron loss of 500 watt at a full load. Then iron loss at a half full load will be. Iron lossന് ലോഡുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് 500 watt, 125 watt, 250 watt, 1000 watt. സിമ്പിളാണ്, നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അയൺ ലോസിന് ലോഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഏത് ലോഡായിക്കോട്ടെ അയൺ ലോസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ 500 വാട്ടാണ് ആൻസർ. When the frequency is doubled, what are the changes in eddy current and hysteresis loss? അപ്പോൾ ഫ്രീക്വൻസി ഡബിൾഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണോ ഇല്ലയോ എന്നൊന്നും അങ്ങനെയൊന്നും എടുത്ത് പറയാത്ത സ്ഥിതിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടീഷൻ ഇത് സാധാരണ പോലെ ചിന്തിച്ചാൽ മതി. എഫ് സ്ക്വയർ ഇതേപോലെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഹിസ്റ്റീരിയസ് ലോസ് ഇത് ഫ്രീക്വൻസി ഡബിൾ ആവണമെങ്കിൽ ഹിസ്റ്റീരിയസ് ലോസ് എന്ന് പറയുന്നത് ഡബിൾ ആകും. എഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത് 4 ടൈംസ് 4 ട്രിപ്പിൾഡ് ആകും. ഓപ്ഷൻസിൽ അങ്ങനെയായിരുന്നു. The total core loss of a 400 volt 50 Hz transformer is 2400 watt. When it is applied by 200 volt 25 Hz, loss is 800 watt. Calculate eddy current loss and hysteresis loss. കോർ ലോസ് സെപ്പറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ പറഞ്ഞിരുന്നു. അയൺ ലോസ് ഈക്വൽ ടു ഡിപ്ലോമക്കാർ ഇത് ചെയ്യണമെന്നില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഡിപ്ലോമ ലെവലിൽ ചിലപ്പോൾ അവർക്ക് ഉണ്ട്, പഠിക്കാനുണ്ട്, ചോദിക്കില്ല എന്നല്ല. അവർക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ഫോളോ ചെയ്യണമെന്നില്ല. ബിടെക്കാർ മസ്റ്റായിട്ട് ഫോളോ ചെയ്തോളൂ. ഡിപ്ലോമക്കാർക്ക് പഠിക്കാം, അവർ നോക്കി മനസ്സിലാക്കിയോളൂ. കൂടുതൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്തോളൂ. അപ്പോൾ A+BF ഇമ്പോർട്ടൻ്റ് ആയിട്ടാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ കേസ് 1 എടുക്കാം. ആദ്യത്തെ ഇതിൽ 50 ഹെർട്സിൽ 2400 വാട്ടായിരുന്നു കോർ ലോസ്. അപ്പോൾ 2400 ബൈ 50 ഈക്വൽ ടു A+B50. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കഴിയുമ്പം 48 ഈക്വൽ ടു A+50B എന്നിടാം. ഇക്വേഷൻ നമ്പർ 1. കേസ് 2ൽ 800 വാട്ട് 25 ഹെർട്സ് 800/25 ഈക്വൽ ടു A+B25. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് 800/25 എന്ന് പറഞ്ഞാൽ 32 ഈക്വൽ ടു A+B25. അപ്പോൾ ഇതിൽ നിന്ന് എയും ബിയും നമുക്ക് കോർ ലോസ് എഡി കറണ്ട് ലോസും ഹിസ്റ്റീരിയസ് ലോസും സെപ്പറേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരുന്നത്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എഡി കറണ്ട് ലോസ് മാത്രം ചെയ്യാൻ പറയും, ഇല്ല ഹിസ്റ്റീരിയസ് ലോസ് മാത്രം ചെയ്യാൻ പറയും, ഇല്ല എഡി കറണ്ട് ലോസ് ആൻഡ് ഹിസ്റ്റീരിയസ് ലോസ് കോമയായിട്ട് ആൻസർ തന്നിരിക്കാം. അപ്പോൾ നമ്മൾ ഇതിന് സെപ്പറേറ്റ് ചെയ്യണം, പെട്ടെന്ന് ചെയ്തോണം. അപ്പോൾ ഇത് 1ഉം 2ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യാനായിട്ട് എ കളയാനായിട്ട് ഇക്വേഷൻ 1ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ അപ്പോൾ 48 മൈനസ് 25 16 എന്ന് കിട്ടും. 32 25 അല്ല 32 16 ഈക്വൽ ടു എയും ക്യാൻസലായി 50B മൈനസ് B25. അപ്പോൾ 25B എന്ന് കിട്ടും. അപ്പോൾ B ഈക്വൽ ടു 16/25. അപ്പോൾ ഇത് ഇക്വേഷൻ 2ൽ 25 പെട്ടെന്ന് ഇക്വേഷൻ 2ൽ അപ്ലൈ ചെയ്താൽ 32 ഈക്വൽ ടു ബിയുടെ വാല്യൂ ഇക്വേഷൻ 2ൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 16/25 × 25. അപ്പോൾ ഇവിടെ 25 ക്യാൻസൽ ചെയ്യുന്നു. A+16 ഇപ്പുറത്തേക്ക് പോകുന്നു. അപ്പോൾ A ഈക്വൽ ടു 32 മൈനസ് 16. അപ്പോൾ എയുടെ വാല്യൂ 16 എന്ന് കിട്ടുന്നു. അപ്പോൾ എയും ബിയും കിട്ടിയാൽ പിന്നെ നമുക്ക് ഇക്വേഷൻ 1ൽ നോക്കാം. AF എന്ന് പറയുന്നത് ഹിസ്റ്റീരിയസ് ലോസും BF² എന്ന് പറയുന്നത് എഡി കറണ്ട് ലോസും ആണല്ലോ. അപ്പോൾ ഹിസ്റ്റീരിയസ് ലോസ് എന്ന് പറയുന്നത് AF ആണ്. അപ്പോൾ A എന്ന് പറയുന്നത് 16 ഇൻറ്റു ഫ്രീക്വൻസി ഇത് 50 ഹെർട്സിലുള്ള എത്രയെന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കണേ. അങ്ങനെയാണെങ്കിൽ 50 800 വാട്ട് എഡി കറണ്ട് ലോസ് BF² ആണ്. 16/25 ഇൻറ്റു 50² 1600 വാട്ട്സ് എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഹിസ്റ്റീരിയസ് ലോസ് 800 വാട്ടും എഡി കറണ്ട് ലോസ് 1600 വാട്ടും ഈ രീതിയിൽ കിട്ടും. ചിലപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് ചോദിച്ചേക്കാം. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 kVA 230 volt 50 Hz single phase transformer has an eddy current loss of 30 watt. The eddy current loss when transformer is excited by a DC source of same voltage will be. Eddy current loss directly proportional to F² ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ DC സോഴ്സിൽ നിന്ന് എക്സൈറ്റ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 ആയിരിക്കുമല്ലോ. അപ്പോൾ എഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത്
0 വാട്ട് ആയിരിക്കും. അപ്പോൾ രണ്ട് തരം ലോസ് ഉണ്ടെന്ന് പറഞ്ഞു, ട്രാൻസ്ഫോമറിന് കോർ ലോസും കോപ്പർ ലോസും. അപ്പോൾ കോർ ലോസിനെ കുറിച്ചുള്ള കുറച്ച് പ്രോബ്ലംസാണ് നമ്മളിപ്പം പഠിച്ചത്. നെക്സ്റ്റ് ആണ് കോപ്പർ ലോസ്. കോപ്പർ ലോസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങിൽ ഓമിക് റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന ലോസസ് ആണ് കോപ്പർ ലോസസ്. കോപ്പർ ലോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ടോട്ടൽ കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. I1 സ്ക്വയർ R01 പ്രൈമറി ആയിട്ട് റെഫർ ചെയ്യുക, സെക്കൻഡറി ആയിട്ട് റെഫർ ചെയ്യാം റെസിസ്റ്റൻസ്. അപ്പോൾ ഈ രീതിയിലേക്ക് കിട്ടുന്നു. അപ്പോൾ നമുക്കറിയാം പെർസെൻറ്റേജ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സെക്കൻഡറിയിൽ ഇതെടുക്കാം, V2 × 100 ആണെന്ന് അറിയാമല്ലോ. ഇനി ഇതിൽ I2 രണ്ടിടത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ I2 സ്ക്വയർ R02 ബൈ I2 V2 × 100. അപ്പോൾ ഇത് കണ്ടിട്ട് പെർസെൻറ്റേജ് കോപ്പർ ലോസ് ആയിട്ട് മാറുന്നു. അപ്പോൾ പെർസെൻറ്റേജ് റെസിസ്റ്റൻസ് ഈക്വൽ ടു പെർസെൻറ്റേജ് കോപ്പർ ലോസ് ആണ്. ഇത് കോപ്പർ ലോസ് പെർ യൂണിറ്റ് വാല്യൂ ആണ്. കോപ്പർ ലോസ് പെർ യൂണിറ്റ് വാല്യൂ ആണ്. ഇനി കോപ്പർ ലോസും കറണ്ടുമായിട്ടുള്ള ഇത് നമുക്കറിയാമല്ലോ. കോപ്പർ ലോസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു I² ആണ്. കാര്യം ലോഡ് ഡിപ്പെൻഡഡ് ആണല്ലോ. ഇനി പവർ ഫാക്ടറായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നോക്കാം. കോപ്പർ ലോസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു പവർ ഫാക്ടർ. പവർ ഫാക്ടറായിട്ട് എങ്ങനെ ഇൻവേഴ്സ് ആവണമെന്ന് വെച്ചാൽ, പവർ ഫാക്ടർ കുറയുമ്പോൾ കറണ്ട് കൺസപ്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് കൂടുമ്പോൾ കോപ്പർ ലോസ് കൂടും. ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ കോപ്പർ ലോസും പവർ ഫാക്ടറായിട്ട് ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. കറണ്ട് കൺസപ്ഷൻ്റെ ആ ഒരു ബേസിൽ പഠിച്ചെടുക്കൂ. ഇത് വെച്ചുള്ള രണ്ട് പ്രോബ്ലം നോക്കാം. The full load copper loss of a transformer is 100 watt. Then copper loss at 1/4 full load. അയൺ ലോസ് ലോഡ് ഡിപ്പെൻഡഡ് അല്ല, പക്ഷേ കോപ്പർ ലോസ് ലോഡ് ഡിപ്പെൻഡൻ്റ് ആണ്. എങ്ങനെയാണ്? ലോഡിൻ്റെ സ്ക്വയറുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഫുൾ ലോഡാണോ ഹാഫ് ഫുൾ ലോഡാണോ എങ്ങനെയാണോ അത് കറണ്ട് കൺസപ്ഷൻ ബേസ് ചെയ്തിട്ടാണ്. ഫുൾ ലോഡിൽ I² R ആണ്. ആ സമയത്ത് 100 വാട്ടായിരുന്നു. അപ്പോൾ 1/4 ഫുൾ ലോഡിലോ സ്ക്വയർ ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു I² ആണ്. അപ്പോൾ 1/4 ഈ രീതിയിൽ ചെയ്യുക. അപ്പോൾ 100/16 6.25 വാട്ട് എന്ന് കിട്ടും. അപ്പോൾ കോപ്പർ ലോസ് ഇതേപോലെ ഓരോ ലോഡ് കണ്ടീഷനിൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇഫ് കോപ്പർ ലോസ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 7/8 ഓഫ് ഫുൾ ലോഡ് ഈസ് 4900 watt, then its full load copper loss will be നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 7/8 ഫുൾ ലോഡിൽ 4900 വാട്ടാണ് കിട്ടിയത് എങ്കിൽ ഫുൾ ലോഡ് കോപ്പർ ലോസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതായത് 7/8, അപ്പോൾ അതിൻ്റെ സ്ക്വയർ അല്ലേ വേണ്ടത്. 7/8 ലോഡിൽ ഫുൾ ലോഡ് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ റിവേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറയുന്നത് 4900 വാട്ട്സ് എന്ന് തന്നിരുന്നു എങ്കിൽ ഫുൾ ലോഡ് കോപ്പർ ലോസ് എത്ര? മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, തെറ്റരുത്, നോക്കി മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ കിട്ടുന്നു. അപ്പോൾ 6400 വാട്ട്സ് കിട്ടുന്നു. നേരത്തെ ക്വസ്റ്റ്യൻ തിരിച്ചായിരുന്നു. 6400 വാട്ട്സിൽ ഫുൾ ലോഡ് കോപ്പർ ലോസിൽ, അപ്പോൾ അതിൻ്റെ 7/8 എന്ന് പറയുമ്പോൾ 6400 × 7/8 ദ ഹോൾ സ്ക്വയർ ആണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ അത് തിരിച്ച് ചോദിച്ചതേ ഉള്ളൂ. ഇത് മുമ്പ് ഒരു ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ ഫുൾ ലോഡ് കോപ്പർ ലോസ് ആൻഡ് അയൺ ലോസ് ഓഫ് ട്രാൻസ്ഫോമർ ആർ 6400 watt and 5000 watt respectively. The copper loss and iron loss at half load will be respectively എത്രയാണ്? ഓപ്ഷൻസ് തരാം.
3200 വാട്ട്, 2500 വാട്ട്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നിങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് നോക്കൂ, സിമ്പിളാണ്. 1250 വാട്ട്, 1600 വാട്ട്, 5000 വാട്ട്, 3200, 5000 വാട്ട്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ, ലോഡ് ഡിപ്പെൻഡഡ് ആയിട്ടുള്ളത് കോപ്പർ ലോസ് മാത്രമേ, അയൺ ലോസ് ഡിപ്പെൻഡഡ് അല്ല. അപ്പോൾ അയൺ ലോസ് എന്ന് പറയുന്നത് 5000 വാട്ടും കോപ്പർ ലോസ് എന്ന് പറയുന്നത് 6400 വാട്ടുമാണ്. അയൺ ലോസിന് മാറ്റമില്ല, അപ്പോൾ അത് അങ്ങനെ തന്നെ തുടരുന്നു. അപ്പോൾ അയൺ ലോസ് എന്ന് പറയുന്നത് പുതിയ അയൺ ലോസ് 5000 തന്നെയാണ്. പക്ഷെ കോപ്പർ ലോസിന് വ്യത്യാസമുണ്ട്. ഹാഫ് ലോഡിലാണെങ്കിൽ ഹാഫ് സ്ക്വയർ ഇൻറ്റു 6400, 1/4 ഇൻറ്റു 6400, $1600 കിട്ടും. അപ്പോൾ കോപ്പർ ലോസും അയൺ ലോസും എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കോപ്പർ ലോസ് 1600, അയൺ ലോസ് 500. അതുള്ള ആൻസർ ഇതാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 1600 വാട്ടും 5000 വാട്ട് അയൺ ലോസും ആണ്. ഇനി ബാക്കിയുള്ള കുറച്ച് ലോസസ് നമുക്ക് നോക്കേണ്ടതുണ്ട്. കോപ്പർ ലോസും അയൺ ലോസും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റൊട്ടേഷൻ മെഷീൻ ആണെങ്കിൽ റൊട്ടേഷൻ ലോസസ് എന്നൊരു സംഭവമുണ്ട്. ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ് നമ്മൾ DC മോട്ടറിലൊക്കെ പഠിച്ചാണല്ലോ, അത് അവിടെ ഉണ്ടായിരുന്നു റൊട്ടേഷൻ. പക്ഷേ ഇവിടെ സ്റ്റാറ്റിക് മെഷീൻ ആയതുകൊണ്ട്, ട്രാൻസ്ഫോമർ സ്റ്റാറ്റിക് മെഷീൻ ആയതുകൊണ്ട് ട്രാൻസ്ഫോമറിൽ ഇത് ആബ്സെൻ്റ് ആണ്. സ്ട്രേ ലോസ് കുറച്ചുണ്ട്. അഡീഷണൽ എഡി കറണ്ട് ലോസ് ഡ്യൂ ടു ലീക്കേജ് ഫ്ലക്സ് ആണ് സ്ട്രേ ലോസ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. സ്ട്രേ ലോസ് ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് കണ്ടക്ടറിലും സ്റ്റീൽ സ്ട്രക്ചറിലും കുറച്ച് സ്ട്രേ ലോസ് ഉണ്ട്. അപ്പോൾ ഇതെത്രയൊന്ന് നോക്കി മനസ്സിലാക്കി പഠിക്കൂ.